ശിവസേന ഉദ്ധവ് വിഭാഗവും ബി.ജെ.പിയോട് അടുക്കുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ച് ശിവസേന മുഖപത്രം സാമ്ന. വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നതായി ലേഖനത്തിൽ പരാമർശം. ഫട്നാവിസിന്റെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതായും പരാമർശം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഫട്നാവിസിനെ പ്രശംസിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ. ഒപ്പം അദ്ദേഹം മഹാരാഷ്ട്ര ഈ സർക്കാരിൻ്റെ കീഴിൽ മഹാരാഷ്ട്ര വികസനത്തിലേക്ക് കുതിക്കുകയാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ മുഖപത്രത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുള്ളത്. ശിവസേന ഉദ്ധവ് വിഭാഗവും ബി.ജെ.പിയോട് അടുക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയായി തന്നെ ഇതിനെ വിലയിരുത്താം, അല്ലേ? മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയത്തിൽ വീണ്ടും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗം ബി.ജെ.പിയുമായി അല്ലെങ്കിൽ എൻ.ഡി.എ സഖ്യവുമായി അടുക്കുന്നു എന്ന സൂചന നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗം നേതൃത്വം നൽകുന്ന അവരുടെ മുഖപത്രമായിട്ടുള്ള സാമനയിൽ ബി.ജെ.പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനം വന്നിട്ടുള്ളത്. ദേവേന്ദ്ര ഫട്നാവിസിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശിവസേന മുഖപത്രം സാബന ലേഖനം കൊടുത്തിട്ടുള്ളത്. വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നു എന്നുള്ളതാണ് ആ മുഖപത്രം ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഫട്നാവിസിനെ അഭിനന്ദിക്കാനും ശിവസേനയുടെ മുഖപത്രം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശിവസേന രണ്ടായി പിളർന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ നേട്ടമുണ്ടാക്കാനായത് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനായിരുന്നു. ഉദ്ധവ് വിഭാഗത്തിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ല എന്ന് മാത്രമല്ല, തകർന്നടിയുന്നൊരു സ്ഥിതിയിലേക്ക് അവിടെ ഉദ്ധവ് വിഭാഗം കടന്നുപോയി. അതുകൊണ്ട് വീണ്ടും ശിവസേന ഒന്നിക്കുന്നതിനോ അല്ലെങ്കിൽ ഉദ്ധവ് വിഭാഗവും വീണ്ടും ബി.ജെ.പിക്കൊപ്പം ചേരുന്നതിനോ ഉള്ള സാധ്യതയാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം എൻ.സി.പി ശരത് പവാർ വിഭാഗത്തിലെ നേതാക്കളും സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട്, ബി.ജെ.പി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെയും നമുക്കറിയാം, എൻ.സി.പി പിളർന്നതിന് ശേഷം ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ നേട്ടമുണ്ടാക്കിയത് എൻ.സി.പി അജിത് പവാർ പക്ഷമായിരുന്നു. ശരത് പവാർ പക്ഷത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല, ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തളർന്ന അവസ്ഥയിലാണ് നിലവിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും എൻ.സി.പി ശരത് പവാർ വിഭാഗവും ഉള്ളത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രണ്ട് വിഭാഗവും ഒന്നിച്ചുകൊണ്ട് വീണ്ടും എൻ.ഡി.എയിലേക്ക് എത്തുന്നതിനോ അല്ലെങ്കിൽ ഈ പാർട്ടികൾ എൻ.സി.പിയും ശിവസേനയും ഒന്നിക്കുന്നതിനോ ഉള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതിന്റെ ആദ്യ സൂചന എന്ന രീതിയിലാണ് ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാബ്ന ദേവേന്ദ്ര ഫട്നാവിസിനെ, മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ലേഖനം എഴുതിയിട്ടുള്ളത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.